ഇപ്പോൾ മുൻ പരിശീലകൻ പി ബാലചന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഗോവിന്ദൻ എന്നൊരു പ്രേക്ഷകനുമുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, ഇതിപ്പോൾ KCA ആണ് സഞ്ജുവിന്റെ വഴിമുടക്കിയത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അദ്ദേഹം ഒരു MP എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് ക്രിക്കറ്റുമായുള്ള ബന്ധമൊക്കെ മലയാളികൾക്ക് വളരെ കൃത്യമായി അറിയാം. പിന്നീട് വിവാദമുണ്ടായതുമൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ പ്രതികരണത്തിന് പ്രാധാന്യം വരുന്നത്. താങ്കൾ എന്താണ് നിരീക്ഷിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ക്രിക്കറ്റിൽ ടീമിൽ സഞ്ജു ഇടം നേടാതിരുന്നത്? ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, ഈ സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ളതിന് എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സാങ്കേതികത്തിന്റെ പേരിലാണ് സഞ്ജു സാംസൺ ഈ ODI ടൂർണമെന്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇതേ ഫോം നിലനിർത്തിയിരുന്ന സമയത്ത് സഞ്ജുവിന്റെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാവുന്ന രാഹുൽ ദ്രാവിഡ് ടീമിന്റെ ചാർജ് ആയിരുന്ന സമയത്ത് പോലും സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ ഏകദിന മത്സരങ്ങളിൽ കൊടുത്തിട്ടില്ല. അതായത് സഞ്ജുവിനെ ഒരു T20 ക്രിക്കറ്ററായിട്ട് ഇന്ത്യ BCCI ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഇപ്പൊ തന്നെ ഈ T20 ടൂർണമെന്റിൽ അദ്ദേഹം ഉണ്ട്. അതേപോലെ തന്നെ ലിമിറ്റഡ് ഓവർ ടൂർണമെന്റിൽ അവസാനത്തെ മാച്ച് നല്ലൊരു പെർഫോമൻസോടുകൂടിയാണ് അവസാനിപ്പിച്ചത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ ഇതിൽ പരിഗണിക്കാതിരുന്നത് തികച്ചും സാങ്കേതികത്വത്തിന്റെ പേരിലാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഈ KCA പറയുന്നത് മാത്രമാകണമെന്നില്ല കാര്യം എന്നുള്ളതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞതല്ല. ഇത് കളിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്ററെ സംബന്ധിച്ചോളം, ഇത്രയും ഒരു പ്രൂവൺ പ്ലെയറെ സംബന്ധിച്ച് ഒരൊറ്റ ടൂർണമെന്റിന്റെ സാങ്കേതികത്വം പറഞ്ഞ് മാറ്റി നിർത്തിയത് അതുകൊണ്ടാണെങ്കിൽ, മെറിറ്റിന്റെ പേരിലാണ് സെലക്ഷൻ കമ്മിറ്റി ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിയെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഈ ഒരു കാരണം കൊണ്ടാണ് എന്ന് BCCIയുടെ ഭാഗത്തുനിന്നൊരു വെർഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. അതെന്തായി കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്ലെയറും അസോസിയേഷൻ തമ്മിലുള്ള ബന്ധം എപ്പോഴും ആവുന്നത്ര ഊഷ്മളമായി നിലനിൽക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഈ പ്രസ്തുത കളിക്കാരന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ഇനിയെങ്കിലും അത് ആവുന്നത്ര വേഗം ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. ഒപ്പം ഈ KCAയുടെ ആരോപണമുണ്ടല്ലോ, വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ സഞ്ജു സാംസൺ ഒരു കാരണവും കാണിക്കാതെ വിട്ടുനിന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ പങ്കെടുക്കാൻ ഒരുക്കമാണ് എന്നറിയിച്ച് മെയിൽ അയച്ചിരുന്നതായൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും കേരള ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ല. യഥാർത്ഥത്തിൽ ആ ടീമിനെ നയിക്കേണ്ടത് സഞ്ജു ആയിരുന്നു. തീർച്ചയായിട്ടും സഞ്ജു അവൈലബിൾ ആണെങ്കിൽ നാച്ചുറലി സഞ്ജു തന്നെയാണ് നയിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി രണ്ടഭിപ്രായവും ഇല്ല. ബട്ട് ഓൺലി തിങ്, ഇപ്പൊ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അദ്ദേഹം ഏത് രീതിയിലാണ് ഇൻഫോം ചെയ്തതെന്നും അത് KCA കൺവിൻസ്ഡ് ആയിരുന്നോ എന്നുള്ളതൊക്കെ പറ്റി നമ്മളൊരു ഔട്ട്സൈഡർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പക്ഷെ എന്ത് പറഞ്ഞാൽ ഹോൾ എപ്പിസോഡ് വാസ് അൺഫോർച്ചുനേറ്റ്. ഇതൊരു സാങ്കേതികത്വത്തിന്റെ പേരിലാണ് മാറ്റി നിർത്തപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ കഷ്ടമാണ്. ഇനി അഥവാ അതല്ല ഋഷഭ് പന്തിനും KL രാഹുലിനുമാണ് അവരുടെ സെലക്ടേഴ്സ് കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്റെ അവരുടെ തീരുമാനമല്ല. എന്ത് പറയാനാ. യെസ്, വളരെ നന്ദി ശ്രീ ബാലചന്ദ്രൻ പ്രതികരിച്ചതിന്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോവിന്ദൻ എന്ന പ്രേക്ഷകനുണ്ട്. ഗോവിന്ദൻ, ക്രിക്കറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട മുൻ പരിശീലകൻ P ബാലചന്ദ്രൻ ആണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇതിൽ ഈ പറയുന്നത് പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാകണമെന്നില്ല ഒഴിവാക്കുന്നതിന് കാരണം എന്നാണ്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനിവിടെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഏതെങ്കിലും ടീമിന്റെ ഭാഗമാണോ? നമ്മൾ ഇവിടെ ഞാൻ കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബാങ്കിന്റെ ടൂർണമെന്റ് നിറയെ കളിക്കുന്നതാണ്. നമ്മളിവിടെ ലോക്കൽ ടൂർണമെന്റ് ഒക്കെ കളിക്കുന്നതാണ്. ഇപ്പൊ ഈ സഞ്ജുവിന്റെ കേസ് നമ്മള് കുറെ നാളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരു പ്ലെയറും നമ്മളൊരു കാര്യമാണ്. അതായത് ഇപ്പൊ ഇന്ത്യൻ ടീമിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷമായിട്ട് പുള്ളിയെ തുടർച്ചയായിട്ട് അവഗണിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. കഴിഞ്ഞ തവണയൊക്കെ അവസരം ലഭിച്ചിരുന്നു. ആ അവസരം സഞ്ജു ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഉപയോഗപ്പെടുത്തി. അതിനു മുമ്പും ഇപ്പൊ ഈ ഇറങ്ങി അതിനു മുമ്പും നല്ലതായിട്ട് പെർഫോം ചെയ്ത സമയത്തും പലപ്പോഴും അതിപ്പോ ഇന്ത്യൻ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ഒരാള് സഞ്ജുവിനെ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് ടീമിൽ ഇടം നേടിയാൽ പോലും ചിലപ്പോൾ ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നേനെ അല്ലേ? എത്രയോ തവണ ബെഞ്ചിൽ ഇരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വർഷങ്ങളായിട്ട് പല ക്യാപ്റ്റന്മാർ മാറി വന്നപ്പോൾ ബെഞ്ചിൽ ഇരുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും സഞ്ജു ഒരു വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ ആയിട്ട് ഒരു ബ്രാൻഡ് എന്നുള്ളത് വളർന്നു കഴിഞ്ഞു. കാരണം IPL കഴിഞ്ഞ് നമ്മള് ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടുമ്പോൾ നന്നായി. അത് മാത്രമല്ല, ഈ രോഹിത് ശർമ്മ കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യൻ ടീമിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകരെ മുഴുവൻ നിരാശപ്പെടുത്തുന്നുണ്ടല്ലോ.
അതാ ഞാൻ പറഞ്ഞു KCയുടെ കേസ് വരുന്നത് വിജയ് ഹസാരെ സഞ്ജുവിനെ പോലെ പ്ലെയർ പുള്ളി അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുള്ളി അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. കാരണം വിജയ് ഹസാരയുടെ ബേസിൽ ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി അനൗൺസ്മെന്റ് ഒക്കെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അതൊന്ന്. പിന്നെ ഇന്ത്യൻ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവിന്റെ ഒരു അവസരം ഉണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലാത്തുള്ള രീതിയിലാണ് ഞാൻ അതിനെ എടുത്തോണ്ടിരുന്നത്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആണെങ്കിൽ സഞ്ജുവിനെ അത് പലപ്പോഴും ഒഴിവാക്കി കണ്ടിട്ടുണ്ട്. ഇപ്പൊ വേൾഡ് കപ്പിലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ബെഞ്ചിലിരിക്കാനായിട്ടായിരുന്നു പുള്ളിയുടെ യോഗം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും വളരെ സ്വാഗതാർഹമായ, അല്ലെങ്കിൽ തുടർച്ചയായി താരങ്ങൾ മോശം പ്രകടനം നടത്തിയപ്പോൾ പോലും ടീമിൽ അഴിച്ചുപണി നടത്താനൊന്നും തയ്യാറാകാതിരിക്കുന്ന നായകന്മാർ വിമർശനം നേരിടേണ്ടി വരും. അത്തരമൊരു വിമർശനമാണ് താങ്കൾ നടത്തിയത്. വളരെ നന്ദി ശ്രീ ഗോവിന്ദൻ.